നേന്ത്രപ്പഴം കൊണ്ട് നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു ഐറ്റമാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ 2 പഴുത്ത നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്, ചെറുതാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ സ്റ്റോവിൽ വെച്ച് കൊടുക്കുക. അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് അതും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും, അതുപോലെ 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും, ഒരു പച്ചമുളക് അരിഞ്ഞതും, കറിവേപ്പില അരിഞ്ഞതും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കുക. ഈ ഒരു ഉള്ളിയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് വഴറ്റിയെടുത്ത് ആ ഒരു മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുത്തിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു നുള്ളി കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിർബന്ധമല്ല, പഴത്തിൻ്റെ മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ അത് മാത്രം മതി, വേണ്ടവർക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിക്കായിട്ട് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വാളൻപുളിയുടെ വെള്ളമാണ് എനിക്ക് കുറച്ചും കൂടെ ഇങ്ങനെയുള്ള മധുരമുള്ള അച്ചാറുകളിലേക്കൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബിരിയാണിയുടെയും നെയ്ച്ചോറിൻ്റെയൊക്കെ കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള മധുരമുള്ള അച്ചാറുകൾ കഴിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അച്ചാറായിരിക്കും ഇത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.